വളരെയധികം സന്തോഷം. ജോൺചേട്ടൻ പറഞ്ഞ പോലെ ജിചേട്ടൻ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരാളാണ് എന്ന് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. കാരണം നമ്മളെ തന്നെ ഈ പരിപാടിക്കൊക്കെ വിളിക്കുകയും എല്ലാത്തിലും ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിട്ട് നാളെ ഇപ്പോൾ ഇവിടെ കളിക്കാൻ പോകുന്ന സിനിമ ഞങ്ങൾ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന കാന്താര എന്ന് പറയുന്ന സിനിമയാണ്. നോർമലി ഈ തിയേറ്ററുകൾ തമ്മിൽ കുറച്ച് കോമ്പറ്റീഷൻ ഉണ്ട്. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ 800 തിയേറ്ററൊക്കെ സ്ക്രീനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 300 സ്ക്രീന്, 150 സ്ക്രീന്, 200 സ്ക്രീനൊക്കെയാണ്. അപ്പം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അത് അതിന്റെ ഓപ്പോസിറ്റ് സ്ഥലം ആ പടത്തിന്റെ വലുപ്പം പോലെയാണ് ഓപ്പോസിറ്റ് നമ്മൾ കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും തിയേറ്ററുകൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആദ്യമേ തന്നെ ആ ചട്ടം നമ്മുടെ ജിചേട്ടൻ തെറ്റിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെ നമ്മൾ പോകണം എന്നുള്ളത് ആദ്യമേ തന്നെ ജിചേട്ടൻ പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ പോകാം. സിനിമകളാണ് വിജയിക്കേണ്ടത്. അപ്പം നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. നല്ല നല്ല സിനിമകൾ തിയേറ്ററുകളിൽ വന്ന് വരികയും അതെല്ലാം ആളുകൾ കൂടുതലായിട്ട് കാണുകയും ചെയ്യുമ്പോഴാണ് ഈ തിയേറ്റർ വ്യവസായം ഇതൊരു എന്റർടൈൻമെന്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് ഈ ഇന്ത്യയിൽ ഞാൻ കൂടുതൽ തിയേറ്ററുകൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പം ഇതൊരു ഭയങ്കര ഗാംബ്ലിംഗ് ഒരു ഫീൽഡാണ്. കാരണം ഇത് കൂടുതൽ സ്ഥലത്തേക്ക് തിയേറ്ററിൽ എത്തിക്കുകയാണെങ്കിൽ ഈ ആളുകളുടെ ഒരു ടേസ്റ്റ് ആണ് ഇത്. നമുക്ക് അടുത്തുണ്ടല്ലോ, നമുക്കിപ്പോൾ ഇവിടെ നിന്നാണ് 5 മിനിറ്റല്ലേ ഉള്ളൂ, 10 മിനിറ്റല്ലേ ഉള്ളൂ, നമുക്കൊന്ന് ഒരു സിനിമ പോയി കണ്ടേക്കാമെന്ന് തോന്നും. ഇവിടുന്ന് ഒരു അരമണിക്കൂർ പോയി ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട, അത്രയും നല്ല സിനിമയാണ്, മാത്രം പോയാൽ മതി എന്നുള്ളൊക്കെ തോന്നലുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ചുകൂടെ തിയേറ്ററുകളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും വരണം, മാക്സിമം അടുത്ത് വരണം എന്നൊക്കെയുള്ള തോന്നലുകളാണ് ഇന്ന് 4 വർഷം മുമ്പ് ഞാൻ ഒരു തിയേറ്ററിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ 10-55 തിയേറ്ററുകളിലേക്കുള്ള യാത്ര ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വ്യവസായവും നന്നായിട്ട് പോകുന്നതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ കമ്പനിയുടെ പേര് തന്നെ മാജിക് ഫ്രെയിംസ് എന്നാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് മാജിക് ആയിട്ടാണ് ഇതെല്ലാം പോകുന്നത്. ഇപ്പോൾ ഈ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളും 10 പറഞ്ഞ് താഴത്തേക്കൊക്കെ പോകുന്നുണ്ട്. ഈ സിനിമ ഇൻഡസ്ട്രി നല്ലതായിട്ട് നിൽക്കേണ്ടത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിന്റെ അകത്ത് ഇരിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ തിയേറ്ററിന്റെ അകത്ത് മാക്സിമം ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ജിചേട്ടനും പൈസ കിട്ടുള്ളൂ, എനിക്കൊക്കെ പൈസ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് ഈ സിനിമ തിയേറ്ററിന്റെ പുതിയ ഈ ഉദ്ഘാടനം ചെയ്യുന്ന ഈ അവസരത്തിൽ ഞങ്ങൾക്കെല്ലാം വരാനായിട്ട് സാധിച്ചതിലും നിങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചതിലും അതിയായ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു അഞ്ചാനി സിനിമാസ് ഒരു വളരെ നല്ല തിയേറ്ററായിട്ട് മാറട്ടെ. അപ്പോൾ പ്രേക്ഷകരും അത് ആ തിയേറ്ററിന്റെ അടുത്ത് വരുമ്പോൾ കണ്ണിനും കാതിനും ഇരിപ്പും ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിരിക്കണം. അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ അതെല്ലാം ഏറ്റവും മാക്സിമം നന്നായിട്ട് പ്രേക്ഷകർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.